പ്രവർത്തിക്കണം. മുസ്ലിം ജമാഅത്തിലൂടെയും പ്രവർത്തിക്കണം, SYS-ലൂടെയും പ്രവർത്തിക്കണം, SSF-ലൂടെയും പ്രവർത്തിക്കണം, മഹല്ല് കമ്മിറ്റിയിലും പ്രവർത്തിക്കണം, മറ്റു സംഘടനകളിലും പ്രവർത്തിക്കണം. പ്രവർത്തനത്തിന്റെ ലക്ഷ്യം എല്ലാം ഒന്നാണ്. എനിക്കെന്റെ പ്രവർത്തനം കൊണ്ട് ആഖിറം സമ്പാദിക്കണം. പേരിനല്ല, പെരുമക്കല്ല, പ്രശസ്തിക്കല്ല, സ്ഥാനത്തിനല്ല, മാനത്തിനല്ല. സ്വന്തം വീട്ടിൽ പ്രവർത്തിക്കണോ? സ്വന്തം വീട്ടിൽ പ്രവർത്തിക്കണം. സ്വന്തം വീട്ടിൽ എങ്ങനെയാ പ്രവർത്തിക്കുക? ഭാര്യനെ നേരായ വഴിയിലേക്ക് ക്ഷണിക്കണം. ഭാര്യ ചിലപ്പോ തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്നു എന്ന് തോന്നിയാലോ ആ ഭാര്യയെ നേരായ വഴിയിലേക്ക് ക്ഷണിക്കണം. മക്കള് തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്നു എന്ന് തോന്നിയാലോ ആ മക്കളെ നേരായ വഴിയിലേക്ക് ക്ഷണിക്കണം. പുരുഷന്മാര് മാത്രം പ്രവർത്തിച്ചാ പോരാ. ഓ ഉമ്മമാരെ, നിങ്ങൾക്ക് മുസ്ലിം ജമാഅത്തിൽ അതാ മെമ്പർഷിപ്പ് ഇല്ല, നിങ്ങൾക്ക് SYS-ൽ മെമ്പർഷിപ്പ് ഇല്ല, SSF-ൽ മെമ്പർഷിപ്പ് ഇല്ല. പക്ഷേ നിങ്ങളൊരു വാശി പിടിക്കണം. ഒരു മുസ്ലിം ജമാഅത്തുകാരന്റെ ഭാര്യയാകാൻ വാശി പിടിക്കണം. ഒരു SYS-കാരന്റെ ഭാര്യയാകാൻ തീരുമാനിക്കണം. ഒരു SSF-കാരന്റെ ഭാര്യയാകാൻ തീരുമാനിക്കണം. ഒരു SSF-കാരന്റെ ഉമ്മയാകാൻ ആഗ്രഹിക്കണം. ഒരു SSF-കാരന്റെ പെങ്ങളാകാൻ ആഗ്രഹിക്കണം. അതോടൊപ്പം നിങ്ങളെ വീടുകളിൽ നിങ്ങൾ നന്നായി പ്രബോധനം നടത്തണം. അള്ളാന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യണം. നിങ്ങളെ വീട്ടിലുള്ളതൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ എന്നെ ഖിദ്മത്താണ്. എത്രയാണ് ഞങ്ങളെ ഉമ്മ പെങ്ങന്മാർ വീട്ടിൽ ഖിദ്മത്ത് ചെയ്യുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു. കാണണമെന്ന് ആഗ്രഹമുണ്ട? സ്വന്തം വീട്ടിലുള്ള ഉമ്മമാരുടെയും സഹോദരിമാരുടെയും ഖിദ്മത്തിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ഒരു ദിവസം ഒരു 10 മിനിറ്റ് അടുക്കളയിൽ പോയി നിന്നു കൊടുത്താൽ മതി. അടുക്കള എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്റെ ബ്യാരിയിൽ അടുപ്പുകാരാന്നറിയും. അടുപ്പുകാരയിൽ പോയി, അടുക്കളയിൽ പോയി കുറച്ച് നിന്നാൽ എപ്പോ നിൽക്കണോ? ഭാര്യ ഈ ലൂറിന്റെ അസറിന്റെ ഇടയ്ക്ക് കുറച്ചു നേരം ഒന്ന് കിടക്കും. ആ സമയത്ത് നിന്നിട്ട് കാര്യമില്ല, അവിടെ ഒന്നും ഉണ്ടാവില്ല. അതേ സമയത്ത് ആ നേരത്ത് ഉറങ്ങാനും പാടില്ല. ഉമ്മ പെങ്ങന്മാരോടൊക്കെ ഞാൻ പറയാൻ, ലുഹറിന്റെയും അസറിന്റെയും ഇടയിലുള്ള ഒരു ഉറക്ക് അത് നിങ്ങളെ രോഗികളാക്കി കളയും. ആ ഉറക്ക് നല്ലതല്ല. അതേ സമയത്ത് നിങ്ങൾക്ക് നല്ല ബറക്കത്തുള്ള ഒരു നേരത്തിന്റെ ഉറക്കുണ്ട്. ഉമ്മമാരെ, നിങ്ങളൊക്കെ ഉറക്ക് ക്രമീകരിക്കേണ്ടത് ആ സമയത്താണ്. എപ്പോന്നറിയോ? ലുഹർ ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുമ്പ്. അപ്പോഴത്തെ ഉറക്ക് നല്ല ബറക്കത്തുള്ള ഉറക്കാണ്. നിങ്ങൾക്ക് ആരോഗ്യം കൂടാനുള്ള ഉറക്കാണ്. ഇമാമിങ്ങൾ കിതാബിൽ പറഞ്ഞ അങ്ങനെയാണ്. ആരോഗ്യം വർദ്ധിക്കാനുള്ള ഉറക്ക് അതാണ്. ഇതിപ്പോ ലുഹറിന്റെ അസറിന്റെ ഇടയിൽ ഇപ്പൊ എല്ലാരും വീട്ടിലുണ്ട് ഒരു മെഷീന്. ഉണ്ടോന്ന് എനിക്കറിയാം. എല്ലാരും വീട്ടിൽ മെഷീനാണ്. ഏത് മെഷീൻ? മെഷീൻ പല സൈസ് മെഷീൻ ഉണ്ട്. അതല്ല പറയണേ. എന്താ? അതിന്റെ മുകളിൽ ഇങ്ങനെ നിന്നു കൊടുത്താൽ മതി, മെഷീൻ ഓൺ ചെയ്താൽ മതി. നമ്മൾ ഓടണ്ട, മൂപ്പർ ഞങ്ങൾ ഓടിക്കും. മനസ്സിലാണില്ല? ആ ഓടണ മെഷീൻ ഇല്ലേ? എന്താ കാരണം? കാരണം കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ട്. കൊളസ്ട്രോൾ നോക്കുമ്പോ 260 ആണ്, 313 ആണ്. നല്ല തന്നെയാണ്. ബദരികൾ എണ്ണാണ് 313. പക്ഷെ കൊളസ്ട്രോൾ 313 ആകാൻ പാടില്ല. ബദരികൾ എണ്ണം 313 നല്ലതാ. അതേസമയത്ത് കൊളസ്ട്രോൾ 313 ആകാൻ പാടില്ല. അപ്പൊ ഇപ്പൊ എല്ലാരും അതിനുണ്ട്. ഈ മെഷീനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക വീട്ടില്. അതിന്റെ മുകളിൽ നിന്ന് കൊടുത്താൽ മതി, സ്വിച്ച് ഓൺ ചെയ്താൽ മതി. ഞങ്ങൾ ഓടണ്ട, മൂപ്പർ ഓടിക്കും ഞങ്ങളെ കൊണ്ട്. ഈ സ്വിച്ച് നിർത്തുന്നത് വരെ, ഓഫ് ചെയ്യണത് വരെ മൂപ്പർ ഓടിക്കും. എന്താ കാരണം? ഉള്ള അസുഖങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ചു വരുത്താണ്. എന്നിട്ടോ ഹോസ്പിറ്റലിൽ പോയി നോക്കുങ്ങൾ, ഹോസ്പിറ്റലിൽ പോയി നോക്ക്. ഞാൻ വെറുതെ പറയല്ല. ഏറ്റവും കൂടുതൽ രോഗികൾ ആരാ? ഏറ്റവും കൂടുതൽ രോഗി നമ്മൾ തന്നെ. പറയാൻ ബേജാറാവണ്ട. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. ഒരു രോഗം അള്ളാഹു തരാതിരിക്കട്ടെ. പക്ഷേ പർദ്ദ ധരിച്ച സ്ത്രീകളെയാണ് പലയിടത്തും ചികിത്സയിൽ കാണുന്നത്. പല ജാതി ചികിത്സ, മാറ്റ ചികിത്സ, ഇപ്പ ചികിത്സ, ആ ചികിത്സ, ഈ ചികിത്സ, അതിന്റെ പല പേരുകളൊക്കെ ഉണ്ടല്ലോ. എവിടെങ്കിലും ഒരു പുതിയ ചികിത്സ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. ഞാനിപ്പോ മന്ത്രിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയണേ. പിന്നെ നമ്മുടെ ഭൗതികമായ ചികിത്സ തന്നെ. ആ ഡ്രിങ്ക്സ്, ഈ ഡ്രിങ്ക്സ്, മറ്റേ ഡ്രിങ്ക്സ്, എന്തെങ്കിലും എവിടെങ്കിലും കിട്ടിയാൽ മതി. അപ്പോഴേക്ക് അവരങ്ങോട്ട് പോകും. പഴയ കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിട്ടില്ല. പഴയ കാലത്ത് ഇങ്ങനെ കറങ്ങണ മെഷീൻ ഉണ്ടായിരുന്ന ഇല്ല. അതേ സമയത്ത് ഇപ്പൊ എന്താ സംഭവം? ഉറങ്ങാൻ പാടില്ലാത്ത സമയം ഉറങ്ങുകയാണ്. ളുഹറിന്റെ അസറിന്റെ ഇടയിലുള്ള ഉറക്ക് ഒഴിവാക്കണം. ഇന്ന് എന്റെ വേല കേൾക്കണം മുഴുവൻ ഉമ്മ പെങ്ങന്മാരോട് പറയാണ്, നിങ്ങൾ ആരോഗ്യം നിലനിൽക്കണം. ഞാൻ എന്റെ ഉമ്മാനോട് പറയാറുണ്ട്, എന്റെ ഭാര്യയോട് ഞാൻ പറയാറുണ്ട്, എന്റെ പെങ്ങളോട് ഞാൻ പറയാറുണ്ട്, ളുഹറിന്റെ അസറിന്റെ ഇടയിൽ ഉറങ്ങരുത്. എന്താ കാരണം? അവരെ ആരോഗ്യം ഞങ്ങളുടെ ആരോഗ്യമാണ്, ഞങ്ങളുടെ ആരോഗ്യം അവരാരോഗ്യമാണ്. അതുകൊണ്ട് ഈ സദസ്സിലുള്ള മുഴുവൻ ഉമ്മ പെങ്ങന്മാരോട് ഞാൻ പറയാണ്, എന്റെ ഉമ്മമാരെ പോലെ കരുതിയിട്ട്, പെങ്ങന്മാരെ പോലെ കരുതിയിട്ട്. പിന്നെ നിങ്ങളേതായാലും ആ സമയത്ത് ഉറങ്ങൂലെന്ന് അറിയാം. കാരണം ആ സമയത്ത് പിന്നെ അടക്കന്റെ പാഞ്ഞോ, എൽത്തരിന്റെ പാഞ്ഞോ, മറ്റേ കച്ചവടോ ഒക്കെ ഉണ്ടാവും. ചിലപ്പോ ആ സമയത്ത് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നവരുണ്ടാവും. ഞാൻ പറയണത്, ഉറങ്ങാൻ നല്ല ആരോഗ്യം കിട്ടുന്ന സമയം, ബർക്കത്ത് കിട്ടുന്ന സമയം ളുഹറിന്റെ തൊട്ട് മുമ്പുള്ള സമയമാണ്.
ആ സമയമാണ് ഉറങ്ങാൻ കണ്ടെത്തേണ്ടത്. ഇരിക്കട്ടെ, ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത് സുഹൃത്തുക്കളെ. എന്റെ വാല കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, വീട്ടിൽ നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതേ സമയത്തോ ഒരു ഭർത്താവ് എങ്ങനെയാണിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് കേട്ടോ. ഒരു ഭർത്താവിനെ നന്നാക്കി എടുക്കാൻ ഭാര്യക്ക് കഴിയും, നല്ല ഭർത്താവിനെ കേടാക്കാനും ഭാര്യക്ക് കഴിയും. അങ്ങനെ ഭാര്യക്ക് അല്ലാഹു തആല പെണ്ണിന് വലിയ പവർ കൊടുത്തിട്ടുണ്ട്. പെണ്ണിനെ കൊണ്ട് ഭർത്താവ് നന്നാകുകയും ചെയ്യും, പെണ്ണിനെ കൊണ്ട് ഭർത്താവ് കേടാവുകയും ചെയ്യും. അതേ സമയത്ത് ഞാൻ എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരെ, അതേ നിങ്ങളെ ഭർത്താവിനെ നന്നാക്കി എടുക്കേണ്ടുന്ന പ്രബോധനം നിങ്ങൾ നടത്തണം. ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫാ. അള്ളാന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ അത് കേവലം പുരുഷന്മാരല്ല, സ്ത്രീകളും അതിൽ പെട്ടല്ലോ. ഭർത്താക്കന്മാരെ നന്നാക്കി എടുക്കുന്നത് പ്രബോധനമാണ്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങളെ സ്വന്തം ശരീരത്തെ മാത്രമല്ല നരകത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത്, നിങ്ങളെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഖുർആൻ പറഞ്ഞതല്ലേ. അപ്പൊ സ്വന്തം ഭർത്താവിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടുന്ന ഉത്തരവാദിത്വം വാല കേൾക്കുന്ന ഉമ്മമാരെ, ഭാര്യമാരായ നിങ്ങൾക്കുണ്ടല്ലോ. ചിലപ്പോ ഞാൻ എന്റെ വേല കേൾക്കുന്ന ഉമ്മമാരോടൊക്കെ പറയാണ്, ചിലപ്പോ നിങ്ങളെ ഭർത്താവ് മനുഷ്യനല്ലേ, ആ ഭർത്താവ് ചിലപ്പോ ഉമ്മാനോട് കുറച്ച് സ്ട്രോങ്ങിൽ സംസാരിച്ചു. എന്തല്ലേ ഉമ്മ നിന്റെ ഷാവു, അല്ലാഹ് കാക്കട്ടെ, അല്ലാഹ് കാക്കട്ടെ ഒക്കെ പറയാത്തവരെ പോലെ ഇരിക്കണ കണ്ട. അല്ലാഹ് ബർക്കത്ത്. പക്ഷേ ഒന്ന് റൈസായി പോയാ പിന്നെ ഉമ്മാന്നാ ബാപ്പാന്നാ ഭാര്യമാ ഭർത്താവെന്ന ഒരു നോട്ടുണ്ടാവൂല. പിന്നെയാണ് വന്നിട്ട് ഉമ്മാന്റെ കാൽ പിടിച്ച് മുത്തുനെ. അപ്പൊ ഉമ്മ പറയും, നിന്റെ ഗൊന്തുണ്ടല്ല അവർക്ക് അർസ വന്നപ്പോ അർസത്തെ മോത്തുക്ക് എന്തെല്ലാം ബബ്ബെട്ട നീ, പിന്നെ നീ നല്ലേ നിന്റെ മനസ്സിന് ഗൊന്തുണ്ടു. ഉമ്മ പറയാണ്, ഉമ്മക്ക് പിന്നെ മക്കൾ എന്ന് പറഞ്ഞ അങ്ങനല്ലേ. ഓരോ മക്കൾ വന്നിട്ട് ഉമ്മാനോട് ചീത്ത പറഞ്ഞാലും ഉമ്മക്ക് ഇത് മോൻ തന്നെയാണ്, ഉമ്മാന്റെ മോനല്ലേ ഇത്. അപ്പൊ എപ്പോഴെങ്കിലും ഒരിക്കല് ഉമ്മാനോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നത് നിങ്ങളെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ, നിങ്ങളെ ഭർത്താവ് സ്വന്തം ഉമ്മാനോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നത് കേട്ടാൽ മെല്ലെ പോയിട്ട് റൂമിൽ വാതിലടച്ചിട്ട് ഈ ഭാര്യ ഇരിക്കുകയാണ്. പറയട്ടെ എന്താ കാരണം, അമ്മായിമാനോട് ദേഷ്യം തീർക്കുകയാണ് മരുമകള്. സ്വന്തം ഭർത്താവ് ഇങ്ങനെ ഉമ്മാനെ ചീത്ത പറയുമ്പോ സുബ്ഹാനല്ലാഹ് ഇത് കേട്ടിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. പാടില്ല. അപ്പ ഭർത്താവിന്റെ ആ സമയം അല്ലെങ്കിലും അപ്പ ഭർത്താവിനോട് പോയി പറഞ്ഞ ചിലപ്പോ മോന്തിയൊക്കെ കിട്ടും പലതും. അപ്പല്ല, ഭർത്താവിന്റെ ദേശമൊക്കെ ഒന്ന് തണുത്തു പോയാൽ പിന്നെ ഭർത്താവിനോട് വന്നിട്ട് പറയണം, പിന്നെ നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാണ്, നിങ്ങൾ എല്ലാത്തിനും നല്ല മനുഷ്യനാണ്, പക്ഷേ ഉമ്മാനൊന്നും പറയരുത് കേട്ടോ. ആരുമ്മാനെ? നിങ്ങളെ ഉമ്മാനെ. നിങ്ങളെ ഉമ്മാനെ നിങ്ങൾ ഒന്നും പറയരുത്. നിങ്ങളെ ഉമ്മ നിങ്ങൾക്ക് സ്വർഗാണ്, നിങ്ങളെ ഉമ്മ നിങ്ങൾക്ക് നരകാണ് എന്ന് പറഞ്ഞാൽ, ഉമ്മാനെ സന്തോഷിപ്പിച്ചാൽ സ്വർഗം, ഉമ്മാനെ വേദനിപ്പിച്ചാൽ നരകം. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗമാണോ നരകമാണോ എന്ന് തീരുമാനിച്ചു തരുന്നത് നിങ്ങളെ ഉമ്മാനോടുള്ള സ്നേഹവും വെറുപ്പാണ് എന്നൊന്ന് പറഞ്ഞു നോക്ക്. പിന്നെ അമ്മായിമാന്റെ മനസ്സിൽ ഈ മരുമകളോട് ജീവിതത്തിൽ ഒരു വെറുപ്പുണ്ടാവില്ല. ഇന്ന് അമ്മായി മരുമകളൊക്കെ തമ്മിൽ കുഴപ്പാ. എന്താ കുഴപ്പത്തിന്റെ കാരണം? ഇതന്നെ. ഭർത്താവ് സ്വന്തം ഉമ്മാനെ ഇങ്ങനെ ചീത്ത പറയുമ്പോ ഈ ഭാര്യ പോയിട്ട് റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. എന്നിട്ടോ ചിരിക്കാന്ന് മാത്രല്ല, അതിങ്ങനെ റെക്കോർഡാക്കി വെക്കുക. ഇപ്പൊ എല്ലാത്തിനും പറ്റിയൊരു സാധനമാണ് ഇത്. അതിങ്ങനെ റെക്കോർഡാക്കി വെക്കുകയാണ്. എന്താ റെക്കോർഡാക്കി വെക്കാൻ കാരണം? പിന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ട് കേട്ടിട്ട് രസിക്കാൻ. സ്വന്തം ഉമ്മാനെ മകൻ ചീത്ത പറയണത് കാരണം അമ്മായിമാനെ ചീത്ത പറയല്ലേ? പാടില്ല, ഒരിക്കലും പാടില്ല. ആ ഭർത്താവിനോട് പറയണം, മനുഷ്യ നിങ്ങൾ എല്ലാറ്റിലും ക്ലിയറാണ്, ഉഷാറാണ്, പക്ഷേ നിങ്ങളെ ഉമ്മാനെ നിങ്ങൾ ചീത്ത പറയരുത്, എനിക്കത് കേട്ടുകൂടാ. ഭാര്യക്ക് കഴിയും ഭർത്താവിനെ നന്നാക്കിയെടുക്കാൻ, കഴിയാത്ത ഭാര്യമാരില്ല. അല്ലേ? ഭാര്യ പറഞ്ഞാ കേൾക്കൂലേ? നിങ്ങള് ഭാര്യ പറഞ്ഞാൽ കേൾക്കൂലേ? കേൾക്കൂന്ന് പറയുന്നവരൊക്കെ നോക്കി. ഭാര്യ നല്ലത് പറഞ്ഞാൽ അംഗീകരിക്കൂന്ന്, അത് കഴിഞ്ഞിട്ട് മതി വേദ, പിന്നെ ഒന്നും വേണ്ടല്ലോ. പിന്നെ കേൾക്കാത്തവരോട് എന്തിനാ വേദനേണ്ട ആവശ്യം? പറ്റൂല. മങ്ങളാവാത്തവർ ആയ പിന്നെ കേട്ടാ മതി, ഓനും പൊക്കട്ടും.
മംഗലാകുന്നതിന് മുമ്പ് മരിക്കാതിരിക്കട്ടെ. ഉമ്മമാരെ എല്ലാവരും ധൈര്യത്തിൽ കയ്യങ്ങ് പൊക്കിയിരിക്കുകയാണ്. എന്താ കാരണം എന്നറിയോ? ഓർക്കറിയാ ഭാര്യന്റെ വാക്ക് കേട്ടില്ലെങ്കിൽ തിന്നണ്ടേ. അതാ ചിരിക്കണ. 3 നേരം എന്തെങ്കിലും വയറ്റക്ക് വീടണ്ടേ മനുഷ്യ. ഓരോ വാക്ക് കേൾക്കാതിരുന്നാലോ? എല്ലാം കൂടി കേൾക്കണമെന്നല്ല ഞാൻ പറയണേ. നല്ലത് പറഞ്ഞാൽ മാത്രം കേട്ടോളൂ, അല്ലാത്തതൊന്നും കേൾക്കണ്ട. നല്ലത് പറഞ്ഞാൽ മാത്രം കേട്ടാ മതി. അങ്ങനുണ്ട്. പഴയ കാലത്ത് ഒരാണും ഒരു പെണ്ണും, എനിക്കിപ്പോ ഓർമ്മ വരെ, ഇമാമിങ്ങളൊക്കെ കിതാബിൽ എഴുതി വെച്ചൊരു സംഭവം. ഒരാണും ഒരു പെണ്ണും. ഈ ആണിന് മീനു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുണ്ടല്ലോ ചില മനുഷ്യന്മാർക്ക് ഓരോന്നിനോട് വലിയ താല്പര്യമാണ്. മീനു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഒരു രാജാവിന് മീനിനോട് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഈ രാജാവിന്റെ മുന്നിൽ ഒരു മീൻ ഒരാൾ കൊണ്ടുവന്നു. വലിയ മീന്, ചെറിയ മീനൊന്നുമല്ല. രാജാവ് ചോദിച്ചു എത്രയും വില. അപ്പൊ ഈ മീൻ മത്സ്യക്കാരൻ അറിഞ്ഞു 4000 ദിർഹം എന്ന് പറഞ്ഞു. 4000 വെള്ളി നാണ്യം. ഒരു മീനിന്റെ വില 4000 വെള്ളി നാണ്യം. അപ്പൊ ഇയാള് ഭാര്യ വന്നിട്ട് പറഞ്ഞു, അല്ല ഈ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, എന്തിന് മനുഷ്യ ഇത്ര പൈസ കൊടുത്തിട്ട് ഒരു മീൻ വാങ്ങേണ്ട ആവശ്യം? ആ മീൻ വേണ്ട. അപ്പൊ ഇയാൾ പറഞ്ഞു, ഞാനൊരു ഭരണാധികാരിയല്ലേ, ഞാനൊരാളെ വിളിച്ചിട്ട് അയാളെ കയ്യിലുള്ള ആ സാധനം വാങ്ങാതെ ഞാൻ അയാളെ തിരിച്ചയക്കുകയാണെങ്കിൽ നാട്ടുകാരൊക്കെ എന്നെ കുറിച്ച് എന്ത് വിലയിരുത്തും? എന്റെ അടുത്ത് പൈസ അല്ല, ഞാനൊരു പൊട്ടു ഭരണാധികാരി എന്നാ നാട്ടുകാർക്ക് മനസ്സിലാക്കുക. അതുകൊണ്ട് വേണ്ട, വാങ്ങാണ്. പക്ഷെ വാങ്ങണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും, ആ മനുഷ്യനിൽ നിന്ന് മീൻ വാങ്ങാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വഴി പറഞ്ഞുതരാം. പെണ്ണ് വഴി പറഞ്ഞു കൊടുക്കുക. എത്ര ഉണ്ടാവും പെണ്ണ് വഴി പറഞ്ഞു കൊടുത്താൽ? അപ്പൊ എന്താ പെണ്ണ് വഴി പറഞ്ഞു കൊടുക്കണമെന്ന് അറിയോ? പെണ്ണ് വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അയാളെ വിളിച്ചിട്ട്, മത്സ്യക്കച്ചവടക്കാരനെ വിളിച്ചിട്ട് ചോദിക്കണോ, ഈ മീൻ ആണാണോ എന്ന് ചോദിക്കണോ. ഏതേ മീന് ആണാണോ? ആണ് എന്ന് പറഞ്ഞാൽ പറയണം, എനിക്ക് ആണ് മീൻ വേണ്ട, പെണ്ണ് മീൻ മതി എന്ന് പറയണം. അപ്പൊ പോവല്ലോ. പെണ്ണാണോ എന്ന് ചോദിച്ചു, പെണ്ണാണോ എന്ന് ചോദിക്കുമ്പോ ചിലപ്പോ പെണ്ണാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പൊ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ അപ്പൊ പറയണം, പെണ്ണാണെങ്കിൽ എനിക്ക് വേണ്ട, ആണാണ് എന്ന് പറയണം. അപ്പൊ പിന്നെ ഓൻ തിരിച്ചു പോവല്ലോ. ഇത് കേട്ട ഈ മീൻ കച്ചവടക്കാരൻ, ഓൻ വലിയ ബൊമ്പല്ലേ, ഓ എന്താ പറഞ്ഞാരോ, ഈ ഭരണാധികാരി ഇത് ആണാണോ പെണ്ണാണോ ചോദിച്ചപ്പോ പറഞ്ഞു, ആണും അല്ല പെണ്ണും അല്ല, രണ്ടും അല്ലാത്ത പിന്നൊന്നും ഉണ്ടല്ലേ, അതാണെന്ന് പറഞ്ഞു. എന്താ മനുഷ്യ, ദക്കറും അല്ല ഉൻസ അല്ല, ഹുൻസ എന്ന് പറഞ്ഞിട്ടൊരു സാധനല്ലേ. ഇപ്പൊ പലരും അങ്ങനെ ആകാനല്ലേ ആഗ്രഹിക്കണേ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആണും അല്ല പെണ്ണും അല്ല, അങ്ങനത്തെ ഒന്ന്. സുബ്ഹാനല്ലാഹ്. എന്തിന്റെ പേരില ഇത് ഈ പെണ്ണ് പറഞ്ഞു കൊടുത്തതിന്റെ പേരിലാണ്. നോക്കുമ്പോ 8000 വെള്ളി നാണ്യം കൊടുത്തിട്ടാണ് ആ മീനും വാങ്ങേണ്ടി വന്നത്. കാരണം വിൽക്കാൻ വന്ന ആൾ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ആണെന്ന് വിചാരിച്ചിട്ടല്ലേ 4000 തരഞ്ഞ്, ഇത് ആണും പെണ്ണും മിക്സ് ഉള്ളതാണ്, അതുകൊണ്ട് 8000 തരണമെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ പെണ്ണിന്റെ വാക്ക് കേട്ടാൽ അങ്ങനെ ഉണ്ടാവും. എല്ലാ പെണ്ണുങ്ങൾ എങ്ങനെയാണെന്നല്ലോ. ഭാര്യ നല്ലത് പറഞ്ഞാൽ കേൾക്കണോ, ഭാര്യ ചീത്ത പറഞ്ഞാൽ കേൾക്കണ്ട. ഇരിക്കട്ടെ, ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഓ സുഹൃത്തുക്കളെ, പ്രബോധനം നടത്തിക്കൊണ്ടേയിരിക്കണം, ജനങ്ങളെ നന്നാക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്. എന്നിട്ടോ ഈ സൂറത്തു സഫില് അല്ലാഹു തആല നടത്തിയ ഒരു പ്രയോഗമില്ലേ, സഫ. നിങ്ങളെല്ലാം അണിയണിയായി ഒത്തൊരുമയോടെ പ്രവർത്തിക്കണം. അൽഹംദുലില്ലാഹ്, നോട്ടീസിൽ മുസ്ലിം ജമാഅത്തും നമ്മുടെ സംഘ കുടുംബങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കുന്നത് കാണുമ്പോ വലിയ സന്തോഷം തോന്നുകയാണ്. താജുൽ ഉലമാക്ക് വലിയ സന്തോഷമാണ്, നൂറുൽ ഉലമാക്ക് വലിയ സന്തോഷമാണ്, സുൽത്താനുൽ ഉലമാക്ക് വലിയ സന്തോഷമാണ്. അല്ലാഹു നമ്മിൽ നിന്ന് വിട പറഞ്ഞ നേതാക്കൾ, സഹപ്രവർത്തകർ, അവരുടെ ഖബറുകളിലേക്ക്, നമ്മുടെ വീട്ടിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, ഇഷ്ടജനങ്ങൾ, എല്ലാവരുടെ ഖബറുകളിലേക്ക് നമ്മുടെ മജ്ലിസിന്റെ വെളിച്ചം അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. പക്ഷേ ഒരിക്കലും ആ ഐക്യത്തിൽ നിന്ന് പിറകോട്ട് പോകുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, തറാസൗ ബൈനകും ബിസ്സലാ, നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുമ്പോ സഫായി നിൽക്കുകയാണ്. ഒരാള് ബാക്കോട്ട്, മറ്റൊരാള് മുമ്പോട്ട് ഇല്ല. അതാ എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണ്. എന്തിനാണ് അങ്ങനെ നിൽക്കാൻ പറയുന്നത്? ലാ യതഖല്ലലകും ശൈത്താൻ, ഇടയിൽ ഒരു ഗ്യാപ്പ് വെക്കരുത് കേട്ടോ.
ഗ്യാപ്പ് ഇടയിൽ വന്നുപോയാലോ പിശാച് അവിടെ വന്നു കൂടൂ. അതുകൊണ്ട് ഏത് സദസ്സിലും ഒരു ഗ്യാപ്പ് വെക്കരുത്, ഒരു സ്ഥലത്തും ഒരു ഗ്യാപ്പ് വെക്കരുത്. എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്യണം. പിശാചിക്ക് കയറി വരാൻ ഒരു അവസരമുണ്ടാക്കി കൊടുക്കരുത്, പിശാചിക്ക് കയറി കൂടാൻ ഒരു അവസരമുണ്ടാക്കി കൊടുക്കരുത്. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ഏറ്റവും വലിയ സമരം ഏതാണ്? ഏറ്റവും വലിയ പോരാട്ടം ഏതാണ്? ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫീ ത്വാഅത്തില്ലാഹ്. ഓ ചെറുപ്പക്കാരെ, യഥാർത്ഥത്തിലുള്ള ഒരു സമരക്കാരൻ ആരാണ്? യഥാർത്ഥത്തിൽ ഒരു പോരാട്ടം നടത്തുന്നവനാരാണ്? മൻ ജാഹദ നഫ്സാ, സ്വന്തം ശരീരത്തോട് കാണിക്കുന്ന സമരമാണ്. ഫീ ത്വാഅത്തില്ലാഹ്, അല്ലാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തില് സ്വന്തം ശരീരത്തോട് സമരം ചെയ്യുന്ന സമരക്കാരനില്ലേ, അവനാണ് ഏറ്റവും വലിയ സമരക്കാരൻ. ഇത് പറഞ്ഞതിന് ശേഷം വീണ്ടും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വൽ മുഹാജിറു മൻ ഹജറൽ ഖത്വായാ വദ്ദുനൂബ്. യഥാർത്ഥത്തിൽ ഹിജ്റ ചെയ്യുന്നവനാരാണ്? മൻ കൈവടിഞ്ഞവനാരാണ്? അതാ യഥാർത്ഥത്തിൽ കൈവടിഞ്ഞവൻ മൻ ഹജറൽ ഖത്വായാ വദ്ദുനൂബ്. തെറ്റ് ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാകുമ്പോ ആ തെറ്റുകൾ കൈവിട്ടവനുണ്ടോ? പാപം ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ ആ പാപം കൈവിട്ടവനുണ്ടോ? അവനാണ് വലിയ അതേ വെടിയുന്നവൻ കേട്ടോ. ഏറ്റവും വലിയ സമരം ഏത് വിഷയത്തിലാണ് ഇരിക്കണോ? ചെറുപ്പക്കാരാ, പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, ഫിസ്വലാ വഅഅ്ളമുൽ മുജാഹദതി ഫിസ്വലാ. ഏറ്റവും വലിയ പോരാട്ടം നമ്മുടെ നിസ്കാരത്തിന്റെ കാര്യത്തിലാണ് ഇരിക്കണോ? ഏറ്റവും വലിയ സമരം ഏത് വിഷയത്തിലാണ്? നിസ്കാരത്തിന്റെ വിഷയത്തിലാണ്. എന്തേ കാരണം? ജീവിതത്തിൽ ഒരു നേരത്തെ നിസ്കാരവും മുടങ്ങിക്കൂടാ. നിസ്കാരം എന്ന് പറഞ്ഞാൽ യജമാനനായ റബ്ബിനോട് നടത്തുന്ന സംഭാഷണമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം സൃഷ്ടിച്ചു തരലിന് ഞാൻ ചോദിക്കുന്നു. ആ റബ്ബിനോട് സംസാരിക്കുന്ന നേരം, ആ റബ്ബിനോട് സംഭാഷണം നടത്തുന്ന നേരം, ആ റബ്ബിനോട് അഭിമുഖീകരിക്കുന്ന നേരം, ആ ഒരു നേരം നഷ്ടപ്പെടുത്തിക്കൂടാ. അതുകൊണ്ട് വഅഅ്ളമുൽ മുജാഹദ ഫിസ്സലാ, ഏറ്റവും വലിയ സമരം, ഏറ്റവും വലിയ പോരാട്ടം അത് 5 നേരത്തെ നിസ്കാരത്തിന്റെ കാര്യത്തിലാടിരിക്കണം എന്ന് പണ്ഡിതന്മാര് പ്രത്യേകിച്ച് പറഞ്ഞില്ലേ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഇതേ സൂറത്തു സഫിന്റെ തൊട്ടടുത്ത ആയത്തിലൂടെ അല്ലാഹ് പറയാണ്, ഒരു കാര്യം പറയട്ടെ, ഒരു പക്ഷേ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ അള്ളാന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ശല്യം ചെയ്യുന്നവനാകരുത്, അവരെ വേദനിപ്പിക്കുന്നവനാകരുത്, റബ്ബിന്റെ ദീനിന്റെ പ്രവർത്തനത്തിനും മുടക്കുണ്ടാക്കുന്നവനാകരുത്. ഇത് നൗഫൽ സഖാഫി അല്ല പറയുന്നത്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വഇദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഹു അസാഖല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യോട് പറഞ്ഞില്ലേ, ആ ജനതയെ മൂസാ നബി അലൈഹി സലാം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. വരൂ നമ്മൾ പ്രവർത്തിക്കാം. മുസ്ലിം ജമാഅത്തിന്റെ മെമ്പർഷിപ്പ് സ്വീകരിക്കാത്തവർ വാങ്ങണം, SOSന്റെ മെമ്പർഷിപ്പ് വാങ്ങാത്തവർ വാങ്ങണം, SSFന്റെ മെമ്പർഷിപ്പ് വാങ്ങാത്തവർ വാങ്ങണം. ഞാൻ എന്റെ വേല നിർത്താണ്. 11 മണിക്ക് നമുക്ക് എല്ലാം കഴിഞ്ഞ് പിരിഞ്ഞു പോകണം. 10:30 മണിയായി. ഞാൻ എന്റെ വേല അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ആ മെമ്പർഷിപ്പ് നമ്മൾ സ്വീകരിക്കണം. പച്ച ബ്യാരിയിൽ മൂപ്പർ സംസാരിക്കാൻ പെഞ്ഞൈമേത്ത് ബ്യാരിയ എല്ലാ ബ്യാരിയും. അപ്പൊ ഇവിടെ ബ്യാരി ഉണ്ടാ? എല്ലാ ബ്യാരികൾ തന്നെയാ. ഞങ്ങൾ ഒന്നേ പാവാപ്പിക്ക് നാനും ബ്യാരി നീങ്ങും ബ്യാരി അല്ലെ. അപ്പോ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് അതാ പറഞ്ഞേ, സാധാരണഗതിയിൽ എല്ലായിടത്തും പോയാൽ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊണ്ടുവരാന്ന് അറിയാം. ഉമറും ഒരു ബാൽദി കൊണ്ടുവരുന്ന പറഞ്ഞു.
പച്ച ബ്യാരി അർത്തെങ്കിലും ബ്യാരി വറുത്തു പറയും. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പൊ ഉമ്മമാരെ, നിങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊണ്ടുവരുന്നു, ബാൽദി കൊണ്ടുവരുന്നു, നല്ല സംഭാവന. പിന്നെ ഇപ്പൊ ഒന്നും വേറെ സമയമല്ല, നിർത്തണം. അതിന്റെ ഇടയ്ക്ക് നമുക്ക് വേറെ കുറെ എല്ലാം ആവണം. അപ്പൊ ഇൻഷാല്ല 11 മണിക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകണം. ഇൻഷാല്ല സ്ത്രീകളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊണ്ടുവരുന്നു, അതിൽ നല്ല സംഭാവന. നമ്മുടെ ഈ പരിപാടിക്ക് നല്ല ചെലവുണ്ട്, നല്ല ചെലവുണ്ട്. ഇവിടെ മൈക്കൊന്നും ഫ്രീ അല്ല, ഒന്നും ഫ്രീ അല്ല, ലൈറ്റ് ഒന്നും ഫ്രീ അല്ല. മൈക്കിന്റെ ആളാരെ അല്ലേ അല്ലേ ഫ്രീയാ അല്ല, ബേഗ് തലാട്ടുന്നില്ലല്ല, തെറ്റിട്ട് പോയി. അല്ലാഹു ബർക്കത്തായിട്ട് അല്ലെ. അപ്പൊ ഇതിനൊക്കെ പൈസ കൊടുക്കണം, ഒക്കെ അള്ളാന്റെ ദീനിന് വേണ്ടിയാണ്. ഒന്നും നമ്മൾ ആരും സ്വന്തം വീട്ടിന്റെ മംഗലോ കല്യാണമൊന്നും അല്ല, റബ്ബിന്റെ ദീനിന് വേണ്ടി. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളൊക്കെ നന്നായി സഹായിക്കണം. എന്നിട്ട് ആ സ്ത്രീകളെ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ കാണിക്കണം എത്ര ഇട്ടിട്ടുണ്ട്. അല്ലാഹു തആല ഉമ്മമാർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ആ പെങ്ങന്മാർക്ക് സന്തോഷം നൽകട്ടെ. അല്ലാഹു ഖൈർ നൽകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു എന്നറിയോ? മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു, യാ ഖൗമി ദുഖുലുൽ അർളൽ മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും വലാ തർതദു അലാ അദ്ബാരിക്കും ഫതൻഖലിബു ഖാസിരീൻ. നിങ്ങളെല്ലാവരും പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയിൽ ചെല്ലണം. അവിടെ നമുക്ക് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം. ആ റബ്ബിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്ന് വലാ തർതദു അലാ അദ്ബാരിക്കും, നിങ്ങൾ പിറകോട്ടടിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിറകോട്ടടിക്കാൻ പാടില്ല. അങ്ങനെ പിറകോട്ടടിച്ചാൽ എന്താ പ്രശ്നം? ഫതൻഖലിബു ഖാസിരീൻ, നിങ്ങൾ പരാജയപ്പെട്ടു പോകും. ദീനിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാകും, പിറകോട്ടടിച്ചവൻ പരാജയപ്പെട്ടു പോകും എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയായ ബനൂ ഇസ്രായീലിനോട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. അപ്പോഴാണ് ബനൂ ഇസ്രായീലുകാർ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, മൂസാ നബിയേ, ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹുനാ ഖാഇദൂൻ. മൂസാ നബിയെ അലൈഹിസ്സലാം, നിങ്ങളെ കൂടെ പ്രവർത്തിക്കാൻ ഞങ്ങളെ കിട്ടൂല. എന്തൊരു ശാഠ്യമല്ലേ, എന്തൊരു ധിക്കാരമല്ലേ! ഇതിനേക്കാളും വലിയ ശാഠ്യമുണ്ടോ? ഇതിനേക്കാളും വലിയ ധിക്കാരമുണ്ടോ? നിങ്ങളെ കൂടെ അള്ളാന്റെ ദീനിന് പ്രവർത്തിക്കാൻ ഞങ്ങളെ കിട്ടൂല. പറഞ്ഞ വാചകം നോക്കൂ മുസ്ലിമേ, ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ. വേണമെങ്കിൽ നിങ്ങളും നിങ്ങളെ റബ്ബും പോയിട്ട് പ്രവർത്തിച്ചോളൂ, ഞങ്ങളെ കിട്ടൂല. ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും, നിങ്ങൾ ക്ഷണിച്ച സ്ഥലത്തേക്ക് ഞങ്ങൾ വരൂല. അൽ അർളൽ മുഖദ്ദസ, പരിശുദ്ധ മണ്ണിലേക്കല്ലേ നിങ്ങൾ ക്ഷണിച്ചത്, ആ സ്ഥലത്തേക്ക് ഞങ്ങളെ കിട്ടൂല. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം ആ പിറകോട്ട് മാറി നിന്ന സമൂഹത്തോട് മൂസാ നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? യാ ഖൗമി, ഓ എന്റെ ജനതയെ, ലിമ തഅദൂനനി, എന്തിനാണ് നിങ്ങൾ എന്നെ ഇടങ്ങേറാക്കുന്നത്? ഞാൻ അള്ളാന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ നിങ്ങൾ എന്തിനാണ് എന്നെ ഇടങ്ങേറാക്കുന്നത്? വഖത്തഅലമൂന അന്നീ റസൂലുള്ളാഹി ഇലൈക്കും, നിങ്ങൾക്കറിയില്ലേ എന്റെ പ്രസ്ഥാനം നല്ലതാണെന്നറിയില്ലേ, എന്റെ പ്രസ്ഥാനം ശരിയാണെന്നറിയില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ശല്യം ചെയ്യുന്നത്? വഖത്തഅലമൂന അന്നീ റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് അല്ലാഹ് പറഞ്ഞയച്ച ദൂതരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ ഖുർആൻ പറയുകയാണ്, ആ പ്രവർത്തനത്തിന് ആ സമൂഹം ശല്യമായപ്പോ ഫലമ്മാ സാഹൂ, അവരങ്ങ് നേരായതിൽ നിന്ന് തെറ്റിപ്പോയ അല്ലാഹു തആല അവരുടെ മനസ്സിനെ നേരായ പ്രസ്ഥാനത്തിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഫാസിഖീങ്ങളായ ജനങ്ങളില്ലേ, തെമ്മാടികളായ ജനങ്ങളില്ലേ, ആ ജനങ്ങൾക്ക് അല്ലാഹു തആല ഒരിക്കലും ഹിദായത്ത് നൽകൂല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, ഓ സുഹൃത്തുക്കളെ, പക്ഷേ സഹകരിക്കുന്നവർ സഹകരിക്കും, സഹകരിച്ചവർക്ക് വലിയ ഖൈറുണ്ടാകും ജീവിതത്തിൽ. അതാണ് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹ് പറയുന്നത്, വഇദ ഖാല ഈസ ഇബ്നു മറിയം, മറിയം ബീവിയുടെ മകനായ ഈസ നബി അലൈഹിസ്സലാം, ആ ഈസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറയാണ്, യാ ബനി ഇസ്രായീൽ, ഓ എന്റെ സമൂഹമായ ബനു ഇസ്രായീലുകാരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങൾക്ക് അല്ലാഹ് പറഞ്ഞയച്ച ദൂതനാണ്. ഞാനൊരു പുതിയ ഗ്രൂപ്പല്ല, ഒരു പുതിയ പാർട്ടിയല്ല, ഒരു പുതിയ ചേരിയല്ല, ഒരു പുതിയ പ്രസ്ഥാനമല്ല. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാ,
എനിക്ക് മുമ്പ് വന്നുപോയ മൂസ നബി അലൈഹിസ്സലാം, ആ മൂസ നബി അലൈഹിസ്സലാമിന്റെ തൗറാത്തിലുള്ള അതേ ആശയം സത്യമാണെന്ന് പറയാൻ വന്നയാളാണ് ഞാൻ. അത് അസത്യമല്ല എന്ന് പറയാൻ വന്നയാളല്ല. അത് മാത്രമല്ല, അവ എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ മൂസ നബിക്ക് ഞാൻ എതിരല്ല അലൈഹിസ്സലാം. മാത്രമല്ല, ഇനി എനിക്ക് ശേഷം വരാൻ പോകുന്ന പ്രസ്ഥാനത്തിനും ഞാൻ എതിരല്ല. വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. എനിക്ക് ശേഷം ഒരു നബി വരാനുണ്ട്. ഞാൻ മാത്രമല്ല നേതാവ്. നൗഫൽ സഖാഫി ചിന്തിക്കുകയാണ്, ഞാൻ മാത്രം വാൽ പറയണം, മറ്റുള്ളവരാരും വാൽ പറയാൻ പാടില്ല. നടക്കോ? നടക്കൂല. എല്ലാരും വാല് പറയണം. വാല് പറയാൻ കഴിയുള്ളവരൊക്കെ വാല് പറയണം. അത് പ്രവർത്തനമാണ്. ഓടി നടക്കാൻ കഴിയുന്നവർ ഓടി നടക്കണം, പ്രവർത്തനമാണ്. സുബ്ഹാനല്ലാഹ്. അതെ, എനിക്ക് ശേഷം ഒരു റസൂൽ വരാനുണ്ട്. ആ റസൂലിന്റെ പേരെന്താണ്? ഇസ്മുഹു അഹ്മദ്. അഹ്മദ് എന്ന പേരുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്മദ് നബി തങ്ങളുടെ പേരാണ്, ഹാമിദ് നബി തങ്ങളുടെ പേരാണ്, മഹ്മൂദ് നബി തങ്ങളുടെ പേരാണ്, മുഹമ്മദ് നബി തങ്ങളുടെ പേരാണ്. എത്ര പേരുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് എന്ന വ്യാഖ്യാനത്തിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ധാരാളം പേരുകൾ നൽകിയിട്ടുണ്ട്. നബിയുർ റഹ്മാൻ കൂട്ടത്തിലുള്ള ഒരു പേരാണ് നബിയുർ റഹ്മാൻ. കാരുണ്യത്തിന്റെ നബിയാണ്, കാരുണ്യത്തിന്റെ നബിയാണ്. ഇപ്പോൾ ഞാൻ അത് വിശദമായി അതിലേക്ക് കടക്കുന്നില്ല. യോ, കാരുണ്യത്തിന്റെ നബി എന്ന് പറഞ്ഞാലോ സർവർക്കും കാരുണ്യമാണ്. പറയട്ടെ മുസ്ലിമീങ്ങളെ, എന്നെ കൊണ്ട് മറ്റൊരാൾക്കും ശല്യമുണ്ടാകാൻ പാടില്ല. എന്റെ ഒരു വാക്കോ, എന്റെ ഒരു പിടുത്തമോ, എന്റെ ഒരു നടത്തമോ, എന്റെ ഒരു നോട്ടമോ ഒരാൾക്കും ശല്യമാകാൻ പാടില്ല. കുടുംബത്തിലുള്ളവരോട് പിണക്കം കാണിക്കാൻ പാടില്ല. കുടുംബത്തിൽ നല്ല ഐക്യം വേണം, നാട്ടിൽ നല്ല സൗഹൃദം വേണം, അതേ അയൽ വീട്ടുകാർക്കിടയിൽ നല്ല ഐക്യം വേണം. തമ്മിൽ